ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നല്ല ചൂട് കാലമാണല്ലോ. ഈ ഒരു ചൂട് കാലത്ത് മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് സംഭാരം. അപ്പോൾ വളരെ രുചികരമായിട്ട് നല്ലൊരു സംഭാരം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും സംഭാരം, പക്ഷേ എങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ഒന്ന് നോക്കൂ കേട്ടോ, നല്ല രുചിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് അടിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തൈരിന് ഒരു 8 കപ്പ് വെള്ളത്തോളാണ് കേട്ടോ ചേർക്കേണ്ടത്. നമ്മുടെ തൈരിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിന് ഇവിടെ ഒരു കുഞ്ഞൊരൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചെറിയുള്ളിയും ഒരു പച്ചമുളകും കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ തൈര് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി കട്ടിയായി പോകരുത്, ഒത്തിരി ലൂസും ആയി പോകരുത്. അതേപോലെ തന്നെ ഭയങ്കര പുളിയുള്ള തൈര് എടുക്കേണ്ട, ഒരു മീഡിയം സൈസ് പുളിയൊക്കെ ഉള്ളത് എടുത്താൽ മതി കേട്ടോ. എന്നാൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനത് അരച്ചെടുത്ത ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ഈ ഒരു ഇങ്ങനെ സംഭാരമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്, നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ചളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളകാണുള്ളതെങ്കിൽ നമ്മൾ ചതച്ച് ആ ഒരു കൂട്ടിൻ്റെ കൂടെ തന്നെ ചതയ്ക്കുക. പൊടിയാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒരു പിഞ്ചളവിൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ ഒരു ചെറിയ ഉള്ളീൻ്റെയും ഇഞ്ചീൻ്റെയും ഒക്കെ ഒന്ന് ഇറങ്ങി ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാട്ടോ. എന്നാലാണ് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സംഭാരം കിട്ടത്തുള്ളൂ. അപ്പം ഇത് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഇത് ലാസ്റ്റ് നമ്മൾ ഈ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഒഴിച്ച് കുടിക്കുമ്പോൾ ആ ഒരു കുരുമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെ വരും. നമുക്ക് വീട്ടിൽ തൈരോ അല്ലെങ്കിൽ മോരോ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് ചൂടിൻ്റെയൊക്കെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇത്തിരി കുരുമുളകൊക്കെ ഇട്ടാൽ വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് മുകളിലായിട്ട് ഒരു 2-3 മറ്റേ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. താങ്ക് യു.